കണ്ണൂരിലെ പായം ഗ്രാമത്തെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പന്മാർ. 20 കിലോമീറ്റർ അകലെയുള്ള പായം പഞ്ചായത്തിലെ പായം, കരിയാൽ, ജബ്ബാർകടവ്, വട്ടിയറ ഗ്രാമങ്ങളെയാണ് രണ്ട് കൊമ്പന്മാർ ഒരു പകൽ മുഴുവൻ ആശങ്കയിൽ നിർത്തിയത്. വ്യാഴാഴ്ച രാവിലെയാണ് പത്രവിതരണക്കാരനായ കെ രമേശൻ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. കാഴ്ചാപരിമിതിയുള്ള രമേശൻ ശബ്ദം കേട്ട് സമീപത്തെ വത്സലയുടെ വീട്ടിലെത്തി കാര്യം പറഞ്ഞതോടെയാണ് പറമ്പിൽ കൃഷി നശിപ്പിക്കുന്ന ആനയെ കാണുന്നത്. ആദ്യം ഒരു ആനയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നാട്ടുകാരുടെ തിരച്ചിലിനിടയിൽ മറ്റൊരു കൊമ്പനെ കൂടി കണ്ടെത്തിയതോടെ ജനങ്ങൾ ഭീതിയിലായി. വനം വകുപ്പിനെയും പോലീസിനെയും ഉടനെ വിവരമറിയിച്ചു. ജനവാസ മേഖലയായതിനാൽ പോലീസും വനം വകുപ്പും നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പിന്നാലെ പായം സ്കൂളിന് അവധി പ്രഖ്യാപിച്ച് കാട്ടാനയെ തുരത്താനുള്ള നടപടി വനം വകുപ്പ് ആരംഭിച്ചു. പടക്കം പൊട്ടിച്ച് ആറളം ഫാമിലെ മേഖല വഴി വനത്തിലേക്ക് കടത്തിവിടാനായിരുന്നു ശ്രമം. എന്നാൽ തുരത്തുന്നതിനിടയിൽ രണ്ടാനകളും രണ്ടു വഴിക്ക് നീങ്ങിയതോടെ ആശങ്ക ശക്തമായി. ഇതിനിടെ ഒരു കൊമ്പനെ പഴശ്ശി പദ്ധതി പ്രദേശത്തെ അക്വേഷ്യ മരങ്ങൾക്കിടയിൽ നിർത്താൻ കഴിഞ്ഞു. മറ്റൊരു കൊമ്പൻ എരുമത്തടത്തിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചു. പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കിയും കാട്ടാനയെ തുരത്താനുള്ള ശ്രമം പലതവണ പരാജയപ്പെട്ടതോടെ റബ്ബർ തോട്ടത്തിൽ നിന്നും പുറത്തിറങ്ങാതെ ആന നിലപ്പിച്ചു. പിന്നീട് സമീപത്തെ വീട്ടുമുറ്റത്ത് ആനയെത്തിയത് ആശങ്കയായി. ആന വീണ്ടും പഴയ സ്ഥലത്തേക്ക് നീങ്ങിയതോടെ ദൌത്യം നിർത്തിവച്ചു. പിന്നീട് 3 പഞ്ചായത്തുകളിലും 7 വാർഡുകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് വൈകിട്ട് 4 മണിയോടെ ആനയെ തുരത്തുവാനുള്ള ശ്രമം വീണ്ടും തുടങ്ങി. പായം പഞ്ചായത്തിലെ 9, 10, 11, ആറളം പഞ്ചായത്തിലെ 15, 16, മുഴക്കുന്ന് പഞ്ചായത്തിലെ 1, 2 വാർഡുകളിലായിരുന്നു നിരോധനാജ്ഞ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ 13 മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വനം വകുപ്പ് അധികൃതർ തുരത്തിയത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.